പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസം അമ്മയുടെ ദർശനങ്ങളിലേക്ക് അഥവാ പ്രത്യക്ഷീകരണങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൽ നിന്നും ഇവിടെ ഭൂമിയിലേക്ക് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന സുന്ദരങ്ങളായ നിമിഷങ്ങളാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്തും. എല്ലാ പാപികൾക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുകയും മനുഷ്യർക്കും അവരുടെ വീണ്ടെടുപ്പിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു പ്രാവശ്യവും മറ്റു ചിലപ്പോൾ ഒരേ സ്ഥലത്ത് ഈ പ്രത്യക്ഷീകരണം ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളോളവും നീണ്ടു നിൽക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ദർശനങ്ങൾക്ക് ഒരു സാക്ഷിയോ മറ്റു ചിലപ്പോൾ കൂടുതൽ ആളുകളോ ഉണ്ടാകാം. അവർ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വ്യത്യസ്ത പ്രായമുള്ളവരാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല ദർശനങ്ങളിലും സാക്ഷിയോ അഥവാ സാക്ഷികളോ അവകാശപ്പെടുന്നത് പരിശുദ്ധ അമ്മ ലോകത്തിനു വേണ്ടി ഒരു സന്ദേശം നൽകി എന്നോ അല്ലെങ്കിൽ അവരുടെ കൺമുൻപിൽ ഒരു അത്ഭുതം നടന്നു എന്നോ ആണ്. മറ്റു ചിലപ്പോൾ അമ്മ സംസാരിക്കുകയോ എന്തെങ്കിലും അടയാളങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണം വിശ്വാസത്തിനും ഭക്തിക്കും യോഗ്യമാകണമെങ്കിൽ ദർശനം നടന്ന പ്രദേശത്തെ ബിഷപ്പ് അത് അംഗീകരിക്കണം. തുടർന്ന് അത് വത്തിക്കാന്റെ അംഗീകരണത്തിനും കൈമാറുന്നു. ഇത് സ്വർഗീയ ഇടപെടലിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ബിഷപ്പ് ഒരു പ്രത്യക്ഷീകരണത്തിന് അംഗീകാരം നൽകിയാൽ അത് ഭക്തിക്ക് യോഗ്യമാണ്. ആ സ്ഥലം തീർത്ഥാടനത്തിനും യോഗ്യമാകുന്നു. ഓരോ മരിയൻ പ്രത്യക്ഷീകരണം നടക്കുമ്പോഴും ആ പ്രദേശത്തിന്റെ പേരുമായി ചേർത്തായിരിക്കും മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഉദാഹരണമായി ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ് എന്നൊക്കെ. ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം. അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇതിനായി തുടർന്നുള്ള വീഡിയോകൾ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുമല്ലോ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ഈ ജപമാല മാസം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.